ചെറിയ പെരുന്നാൾ ആഘോഷ നിറവിൽ ഗൾഫ് രാജ്യങ്ങളും യുഎഇയിലെ വിവിധയിടങ്ങളിൽ രാവിലെ നടന്ന പെരുന്നാൾ നമസ്കാരങ്ങളിൽ പ്രദേശികളും പ്രവാസികളും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. അല്ലാഹു അക്ബർ. റമദാൻ 30 പൂർത്തിയാക്കിയാണ് യുഎഇ ചെറിയ പെരുന്നാളിനെ വരവേറ്റത്. വിവിധ എമിറേറ്റുകളിലുള്ള പള്ളികളിൽ നടന്ന ഈദ് നമസ്കാരങ്ങളിൽ ഭരണാധികാരികൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. യുഎഇയിലെ വിവിധയിടങ്ങളിൽ ഒരുക്കിയ ഈദ്ഗാഹുകളിൽ പ്രാദേശിക സമയം രാവിലെ 6:15 പെരുന്നാൾ നമസ്കാരം ആരംഭിച്ചു. 3 ഇടങ്ങളിൽ മലയാളത്തിൽ ഖുതുബയുള്ള ഈദ്ഗാഹുകൾ ഒരുക്കിയിരുന്നു. ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന് സമീപമുള്ള ഫുട്ബോൾ ഗ്രൗണ്ടിലെ ഈദ്ഗാഹിന് ഇമാം ഹുസൈൻ സലഫി നേതൃത്വം നൽകി. നോമ്പിലൂടെ നേടിയെടുത്ത ജീവിത വിശുദ്ധി മുന്നോട്ടുള്ള ജീവിതത്തിലും കൂടെ ഉണ്ടാകണമെന്ന് ഇമാം ഹുസൈൻ സലഫി പറഞ്ഞു. ഒരു മാസക്കാലം നീണ്ടുനിന്ന ഏറ്റവും കഠിനമായ പ്രയത്നത്തിലൂടെ നേടിയെടുത്തിട്ടുള്ള ഒരു ജീവിത വിശുദ്ധിയുണ്ട്. ആ ജീവിത വിശുദ്ധി മാനവികതയിൽ അധിഷ്ഠിതമായ ജീവിത വിശുദ്ധിയാണ്. സമഭാവനയോടെ എല്ലാവരോടും കാരുണ്യമുള്ള ഒരു മനസ്ഥിതിയോടുകൂടെ ജീവിക്കുവാനും പ്രപഞ്ചത്തിൻ്റെ സ്രഷ്ടാവിൻ്റെ മുമ്പിൽ സർവാത്മന സമർപ്പിക്കുവാനുമുള്ള ബോധമാണ് ഒരു മാസക്കാലം നേടിയെടുത്തത്. അത് തുടർന്നുള്ള ജീവിതത്തിലും ഉണ്ടാവണമെന്നാണ് ആദ്യമായി എല്ലാവരോടും ഓർമ്മപ്പെടുത്തുവാനുള്ളത്. ദുബായ് കിസൈസിൽ ടാർജറ്റ് ഫുട്ബോൾ ഗ്രൗണ്ടിൽ ആദ്യമായി സംഘടിപ്പിച്ച മലയാളം ഈദ്ഗാഹിന് മൗലവി ഹുസൈൻ കക്കാട് നേതൃത്വം നൽകി. അൽഖൂസ് അൽമനാർ സെന്ററിൽ നടന്ന ഈദ് നമസ്കാരത്തിന് മൗലവി അബ്ദുസ്സലാം മോങ്ങം നേതൃത്വം നൽകി. വെടിക്കെട്ടുൾപ്പെടെ വ്യത്യസ്തമായ നിരവധി ആഘോഷ പരിപാടികളാണ് ചെറിയ പെരുന്നാളിന്റെ ഭാഗമായി ഗൾഫ് നാടുകളിൽ ഒരുക്കിയിട്ടുള്ളത്. അമൃത ന്യൂസ്, മിഡിൽ ഈസ്റ്റ്.